ഹലോ ദിസ് ഇസ് നിതിൻ സർ. സ്റ്റെറോയിഡ്സിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ പറ്റിയുള്ള ഈ വീഡിയോ സീരീസിൻ്റെ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ കോമ്പൗണ്ടാണ് സൂപ്പർട്രോൾ. അപ്പോൾ സൂപ്പർട്രോളിൻ്റെ പ്രോസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൂപ്പർട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിമ്മിലെ സ്ട്രെങ്ത് ആൻഡ് പെർഫോമൻസ് വളരെയധികം കൂടും. നമുക്കൊരു 9/10 റേറ്റിംഗ് ഇതിന് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ മസിൽ ബിൽഡിംഗ് എബിലിറ്റിയും വെരി ഹൈ ആണ്. എഗെയിൻ ഞാനതിനൊരു 9/10 കൊടുക്കും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് എസ്ട്രോജനിക് സൈഡ് എഫക്ട്സ് ഇല്ല. പ്രൊജസ്ട്രോണും എസ്ട്രോജനും ഒന്നും നമുക്ക് അങ്ങനെ ഒരു കൺവേർഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗൈനോകമാസ്റ്റിയ പോലുള്ള സൈഡ് എഫക്റ്റുകളൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല. വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകത്തില്ല. ഇതൊരു ഡ്രൈ കോമ്പൗണ്ടാണ്. അതുകൊണ്ട് ബൾക്കിങ്ങിലും കട്ടിങ്ങിലും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. പിന്നെ ഇതിന് ആ ഒരു ഹാർഡനിങ് എഫക്റ്റും കൂടെ ഉണ്ട്. അതുകൊണ്ട് കട്ടിങ്ങിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ മറ്റൊരു പേര് വിളിക്കുന്നതാണ് ഓറൽ മാസ്ട്രോൺ എന്ന്. സൂപ്പർട്രോളിൻ്റെ മറ്റൊരു പ്രോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ മസിലുള്ള ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഭയങ്കരമായിട്ട് കൂട്ടാൻ പറ്റും. ഞാൻ എൻ്റെ ക്ലയൻറ്റിന് അനാഡ്രോൾ കൊടുത്തതും സെയിം റീസൺ കാരണമാണ്. മസിലും ഗ്ലൈക്കോജൻ സ്റ്റോറേജ് കൂടുമ്പോൾ നമ്മുടെ ജിമ്മിലെ പെർഫോമൻസ് മാത്രമല്ല, ആ ജിമ്മിൽ കിട്ടുന്ന പമ്പ് വളരെ സൂപ്പർ പമ്പായിരിക്കും ഈ സൂപ്പർട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെയധികം ലിവർ ടോക്സിക് ആണ്. ലിവറിന് ഭയങ്കര സ്ട്രെസ് കൊടുക്കുന്നൊരു കോമ്പൗണ്ടാണിത്. നമ്മുടെ ബ്ലഡ് പ്രഷർ വളരെയധികം കൂട്ടും. അതുകൊണ്ട് കാർഡിയോവാസ്കുലർ റിസ്ക് വളരെ ഹൈ ആണ്. ആക്നി, ഹെയർ ലോസ് പോലുള്ള ആൻഡ്രോജനിക് സൈഡ് എഫക്റ്റുകളുള്ളൊരു സാധനമാണിത്. പിന്നെ നമ്മുടെ ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽസ് ഔട്ട് ഓഫ് കൺട്രോൾ ആക്കാൻ പറ്റുന്നൊരു സാധനമാണ്. നമ്മുടെ ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ വളരെയധികം കൂട്ടാൻ പറ്റുന്നൊരു കോമ്പൗണ്ടാണ് സൂപ്പർട്രോൾ. ഇനി സൂപ്പർട്രോളിൻ്റെ ഡോസേജും സൈക്കിൾ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു ഡോസേജ് ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ല ഏറ്റവും. അതിന് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലുള്ള ബോഡി ബിൽഡർ ആണെങ്കിൽ ഒരു 20 mg പെർ ഡേ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബോഡി ബിൽഡർ ആണെങ്കിൽ അപ് ടു ഒരു 40 mg വരെ നല്ലതായിരിക്കും. നമുക്ക് ഇതുകൊണ്ട് ഇത്രയും ഗുണങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ദോഷമുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റിൻ്റെ റേറ്റിംഗ് എടുക്കുകയാണെങ്കിൽ ഞാനൊരു 9/10 തന്നെ കൊടുക്കുന്ന അത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്. അതുകൊണ്ട് നമുക്കിത് ഒരുപാട് ഉപയോഗിക്കുകയാണെങ്കിൽ 60 mg 80 mg 100 mg വരെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത്രയും നമ്മൾ റിസ്ക് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം ഇതിന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇതുകൊണ്ട് കിട്ടുന്ന പല ഗുണങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് കാരണം വീണ്ടും നമ്മളെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കുക ഇതിൻ്റെ ഡോസേജ്. പിന്നെ ഇതിൻ്റെ സൈക്കിൾ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മാക്സിമം സൈക്കിൾ ലെങ്ത് ഈസ് 4 weeks. 4 weeks കൂടുതൽ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഭയങ്കരമായിട്ട് കൂടുന്നില്ല, ദോഷങ്ങൾ അത് കഴിഞ്ഞ് കൂടുകയും ചെയ്യും. അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ചെയ്യാം.